പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നു. സങ്കീർത്തനം 13:5 വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. സന്തോഷിപ്പിക്കുന്ന വാക്യം കേട്ടോ. പ്രയാസം വരുമ്പോഴും വേദനിക്കപ്പെടുമ്പോഴും ഹല്ലേലൂയ നിൽക്കാൻ കഴിയാത്ത പരിഹാസത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോഴും ദൈവത്തിൻ്റെ വൈതൽ പറയുക, ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. ഹല്ലേലൂയ. ഇത് പറയണവനുണ്ടല്ലോ ഒരു നിത്യരക്ഷയുണ്ടെന്നുള്ളതായ സന്തോഷം ഉണ്ടാകണം. കാരണമുണ്ടല്ലോ, ചില സമയത്തെ ചില നിന്ദയുടെ വാക്കുകളൊക്കെ നിന്റെ പേരിൽ നീ കേട്ട് കഴിയുമ്പം അങ്ങ് തകർന്നിട്ട്, അങ്ങ് മനസ്സ് തകർന്നിട്ട് എന്ത് ചെയ്യണം ഇനി എന്ന് ചിന്തിച്ച് നീ ഈ ഭൂമിയിൽ കഴിയുമ്പോൾ ഇവിടം നിനക്കൊരു ശാശ്വതമല്ല. എന്ത് വേദന ഇവിടെ സഹിക്കേണ്ടി വന്നാലും ഇവിടെ ലഭിക്കുന്നതിനേക്കാൾ അപ്രകരമായ ഒരു സന്തോഷത്തിന്റെ ദിനം നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. അതോർക്കുമ്പോൾ ഹല്ലേലൂയ, ഞാനോ നിന്റെ കരുണ, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുന്ന ദൈവവൈതലേ, നിനക്ക് അവന്റെ കരുണയുണ്ടോ? അവനിൽ ആശ്രയിക്കുന്ന ഒരു മനസ്സ് നിനക്കുണ്ടോ? ഹല്ലേലൂയ. ഇന്നുള്ള കഷ്ടത മറന്ന്, ഇന്നുള്ള വേദന മറന്ന്, ഇന്ന് നീ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനെ മറന്ന് നിനക്കൊരു കരുണയുടെ കരം എൻ്റെ ദൈവത്താൽ വെളിപ്പെടാൻ പോകുക. ആ കരുണയുടെ കരം ഒന്ന് അനുഭവിക്കണമെങ്കിലുണ്ടല്ലോ നീ ചിലത് സഹിക്കണം. സ്തോത്രം. കൂട്ടുകുടുംബം, സഹോദരവർഗം, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സഭ, ദൈവമക്കൾ, ഏത് തരത്തിലേക്കാണോ നിന്റെ ജീവിതത്തിന്റെ കരുണ നിനക്ക് ലഭിക്കേണ്ടതിനെ നഷ്ടപ്പെടുത്തി നിന്റെ രക്ഷയെ നിനക്ക് ലഭിക്കേണ്ട രക്ഷയിൽ വരുന്ന സന്തോഷത്തെ ഇല്ലാതെയാക്കി കളയാൻ നിനക്കെതിരെ വരുന്നതിനെ തിരിച്ചറിഞ്ഞ് നിന്റെ ജീവിത നൗയിൽ നീ ജീവിക്കുമ്പോഴാണ് ആ നിത്യാനന്ദം നീ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. ആ നിത്യാനന്ദം നീ പ്രാപിക്കുമ്പോഴുണ്ടല്ലോ നീ ഇന്നുവരെ അനുഭവിക്കാത്ത ഒരു കരുണ, സ്നേഹം നമ്മുടെ കർത്താവിനുണ്ട്. ആ കരുണ പ്രാപിക്കാൻ, ആ സ്നേഹം പ്രാപിക്കാൻ, ആ ആനന്ദം പ്രാപിക്കാൻ നമുക്കൊന്നിച്ചൊരുങ്ങാം. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ചിലരുടെ ഹൃദയത്തിൽ നിത്യസന്തോഷം വെളിപ്പെടട്ടെ, കരുണ വെളിപ്പെടട്ടെ, ആനന്ദം വെളിപ്പെടട്ടെ, രക്ഷ വെളിപ്പെടട്ടെ. പച്ച അനുഗ്രഹിക്കണമേ. തകർന്നിരിക്കുന്നവരെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.